ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് PSC വേൾഡ് HSI സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടി ഒരു ക്വിക്ക് റിവിഷൻ. എസ് ആകൃതിയിൽ അറ്റ്ലാന്റിക് ആണ്. എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക്. ഡി ആകൃതിയിൽ ആർട്ടിക് സമുദ്രം. ത്രികോണം ആകൃതിയിലാണെങ്കിൽ പസഫിക്. ത്രികോണം, ഡി ആകൃതി, എസ് ആകൃതി. അടുത്തത് നദികളാണ്. നർമ്മദാ നദി, മൈക്കല നിരകൾ, മധ്യപ്രദേശ്. നർമ്മദാ നദിയാണെങ്കിൽ മൈക്കല നിരകൾ, മധ്യപ്രദേശ്. താപ്തി ആണെങ്കിൽ മുൾത്തായ്, മധ്യപ്രദേശ്. താപ്തി നദിയാണെങ്കിൽ മുൾത്തായ്, മധ്യപ്രദേശ്. നർമ്മദ മധ്യപ്രദേശ്, മൈക്കലയാണ്. മഹാനദിയാണെങ്കിലും മൈക്കല നിരയാണ്. അപ്പോൾ നർമ്മദയും പിന്നീട് മഹാനദിയും മൈക്കല നിരയാണ്. കൃഷ്ണ നദിയാണെങ്കിൽ മഹാബലേശ്വർ. കൃഷ്ണ നദി മഹാബലേശ്വറിൽ നിന്ന്. കാവേരി ആണെങ്കിൽ ബ്രഹ്മഗിരിയാണ്. കാവേരി, ബ്രഹ്മഗിരി കുന്നുകൾ. ഗോദാവരി, നാസിക്. ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് നാസിക്കിൽ നിന്നാണ്. അടുത്തത് നമ്മൾ ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത് റോബർട്ട് ക്ലൈവ് ആണെന്ന് പഠിക്കുന്നു. ബംഗാളിൽ ദ്വിഭരണം റോബർട്ട് ക്ലൈവ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണെങ്കിൽ കോൺവാലിസ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് ആണ്. സൈനിക സഹായ വ്യവസ്ഥയാണെങ്കിൽ വെല്ലസ്ലി. ബംഗാളിൽ ദ്വിഭരണം റോബർട്ട് ക്ലൈവ്. പിന്നീട് സൈനിക സഹായ വ്യവസ്ഥയാണെങ്കിൽ വെല്ലസ്ലി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണെങ്കിൽ കോൺവാലിസ്. ഇനി തലസ്ഥാനങ്ങളാണ്. പല്ലവന്മാരുടെ തലസ്ഥാനമാണ് കാഞ്ചി അഥവാ കാഞ്ചിപുരം എന്ന് പറയാറുണ്ട്. ചേരന്മാരാണെങ്കിൽ വാഞ്ചി. പല്ലവന്മാർ കാഞ്ചീപുരം, ചേരന്മാരാണെങ്കിൽ വാഞ്ചി, ചോളന്മാരാണെങ്കിൽ തഞ്ചാവൂരാണ്. ചോളന്മാർ തഞ്ചാവൂർ. ഇനി ചാലൂക്യന്മാരാണെങ്കിൽ അവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് വാതാപിയാണ്. വാതാപിയാണ് ചാലൂക്യന്മാരുടെ തലസ്ഥാനം. പാണ്ഡ്യന്മാരാണെങ്കിൽ മധുരയാണ്. പാണ്ഡ്യന്മാരുടെ മധുര. ചാലൂക്യാണെങ്കിൽ വാതാപി. ചോളന്മാർ തഞ്ചാവൂർ, ചേരന്മാർ വാഞ്ചി, പല്ലവന്മാർ കാഞ്ചീപുരം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പാനിപ്പത്ത് 1526 ബാബറും ഇബ്രാഹിം ലോധിയും. ബാബറും ഇബ്രാഹിം ലോധിയും 1526 ഒന്നാം പാനിപ്പത്ത്. രണ്ടാം പാനിപ്പത്താണെങ്കിൽ അക്ബറും ഹുമയൂണും തമ്മിൽ 1556. അടുത്തത് മൂന്നാമതായിട്ട് ഒരു പാനിപ്പത്ത് യുദ്ധം 1761. അത് മറാത്തികളും അഹമ്മദ് ഷാ അബ്ദലിയും തമ്മിലാണ്. മറാത്തികളും അഹമ്മദ് ഷാ അബ്ദലിയും തമ്മിലാണ്. ഏതാണ് നമ്മൾ നോക്കിയത്? മൂന്നാമത്തെ പാനിപ്പത്ത്. അത് 1761. 1761. ഇനി നമ്മൾ വിജയനഗര സാമ്രാജ്യമാണ് നോക്കുന്നത്. ഏത് മുഗൾ ചക്രവർത്തിയുടെ സമകാലികനായിരുന്നു കൃഷ്ണദേവരായർ എന്ന് ചോദിച്ചാൽ ബാബറിൻ്റെ സമകാലികനായിരുന്നു ആരാണ്? കൃഷ്ണദേവരായർ. ഇനി വിജയനഗരത്തിലെ സ്വർണ്ണ നാണയങ്ങളാണ് വരാഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വരാഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് വിജയനഗര സാമ്രാജ്യത്തിലെ സ്വർണ്ണ നാണയങ്ങളാണ്. ഗോൽ ഗുംബസ് പണി കഴിപ്പിച്ചത് മുഹമ്മദ് ആദിൽ ഷയാണ്. ഗോൽ ഗുംബസ് പണി കഴിപ്പിച്ചത് മുഹമ്മദ് ആദിൽ ഷയാണ്. ചാർമിനാർ നിർമ്മിച്ച വർഷം 1591. ചാർമിനാർ നിർമ്മിച്ചത് 1591. ഇനി നമുക്ക് ഹർഷവർദ്ധനൻ്റെ കൃതികൾ 3 നോക്കാം. രത്നാവലിയുണ്ട്, പ്രിയദർശികയുണ്ട്, നാഗാനന്ദയുണ്ട്. ഹർഷവർദ്ധനൻ്റെ കൃതികളാണ് രത്നാവലി, പ്രിയദർശിക, നാഗനന്ദ തുടങ്ങിയവ. അങ്ങനെയാണെങ്കിൽ ഹർഷചരിതം, കാദംബരി, പാർവതി പരിണയം ഇത് 3 ആരാണ് എഴുതിയത്? ഹർഷചരിതവും കാദംബരിയും പാർവതി പരിണയം അത് ബാണഭട്ടനാണ്. ബാണഭട്ടൻ.